ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ആലിയ ഭട്ട് ലണ്ടനിലെ ലെറ്റോ കഫേയിൽ നിന്ന് കഴിച്ച് ഫേമസ് ആയ മിൽക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ. ആദ്യമായിട്ട് വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഇതുപോലെ വേർതിരിച്ച് വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1/4 കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ 1/4 കപ്പ് ഓയിലൊഴിച്ച് കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ബാറ്റർ താഴ്ന്നു പോകും. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദ, അതിൽ 1 സ്പൂണ് പാൽപ്പൊടി, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായി പൊളിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ ആ മിക്സിലോട്ട് ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു കേക്കിൻ്റെ മൗൾഡ് എടുത്ത് അതിലൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബോൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിൽ ഒരു 35 to 40 മിനിറ്റ് നേരം ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി 1 കപ്പ് പാല്, 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതൊഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അങ്ങനെ അപ്പോഴത്തേക്കും നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇതുപോലെ ബൗളിലോ സർക്കിൾ ബൗളിലോ എന്തെങ്കിലും വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം മേലെ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഡെക്കറേറ്റ്, സ്ട്രോബെറി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക. എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ മാതളങ്ങ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് മിൽക്കിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പരീക്ഷണങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.